നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓട്ടോ റിക്ഷക്കാരുണ്ട്, ടാക്സി ഓടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ കാറ്റഗറി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന കാശ് ഒരിക്കലും ഒന്നിനും തികയാറില്ല എന്നുള്ള ടോക്ക് ഞാൻ നിഖിൽ കേട്ടോന്നും എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു വേ ഓഫ് ടോക്ക് കേൾക്കാൻ. അപ്പോൾ ഇങ്ങനത്തേക്ക് ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിട്ട് അവർ കിട്ടുന്ന ഇൻകം സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊന്നും ഒരു സാമ്പത്തികമായിട്ടൊരു ഉന്നമനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും എന്ന് പലപ്പോഴും തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത്? നമ്മൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരായാലും ടാക്സി ഓടിക്കുന്ന ആൾക്കാരായാലും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവർക്കൊരു ഫാമിലി ഉണ്ടാവും. ഇൻകം ചിലപ്പോൾ വേരിയബിൾ മാറിക്കൊണ്ടിരിക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും ഞാൻ ഇങ്ങനത്തെ ഞാൻ എപ്പോഴും ഓട്ടോയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓലയിലൊക്കെ പോകുന്ന ടൈമിൽ, ഞാൻ ടാക്സിയിലൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ ഇവരോടൊക്കെ സംസാരിക്കാറുണ്ട്. പൈസയൊക്കെ എങ്ങനെ സേവ് ചെയ്യാറുണ്ടെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങട്ടെ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ചോദിക്കാറുണ്ട്? ഞാൻ ചോദിക്കും. അപ്പോൾ ചിലവരൊക്കെ ആരെങ്കിലും വേണ്ടിയായിരിക്കും ഓടുന്നത്. അപ്പം ചേട്ടനും ഇതേമാതിരി ഒരു ഓട്ടോ സ്വന്തമാക്കണ്ടേ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ അവർക്ക് ലോൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, ലോൺ ഇല്ലാണ്ട് ഒരു കാർ ഉണ്ടാവണ്ടേ എന്നൊക്കെ, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ EMI അടയ്ക്കാനുള്ള ലാഭം നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അവരെന്നോട് പലതും പറയുന്നുണ്ട്. അപ്പം ഒത്തിരി ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ മണി ടോക്സിൽ ഇട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവരൊക്കെ കൂടുതൽ പൈസ റോൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എപ്പോഴും ഇവർക്ക് ഒന്നാമത്തെ കാര്യം കിട്ടുന്നതൊരു കുറച്ചാണ്. എന്നാൽ മിക്ക ആൾക്കാരും വീട്ടിൽ കുറേ ചിലവുണ്ടാവും, പിന്നെ പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്യുന്നുണ്ടാവും, കുറേ പൈസ പണയം വെച്ചിട്ടുണ്ടാവും, കുറേ ചിട്ടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഒരു പ്രശ്നത്തിലായിരിക്കും നിൽക്കണം. അപ്പോൾ ഒരിക്കലും ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള ടൈമിൽ, ഞാൻ കാലത്ത് അമ്പലത്തിൽ പോകുന്ന ടൈമിൽ, പത്മനാഭ ക്ഷേത്രത്തിൽ പോകുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു ഓട്ടോക്കാരനായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ടൈമിൽ ആൾ പറഞ്ഞ്, ഒന്ന് എൻ്റെ ഫോൺ ഉപയോഗിച്ച് വിളിച്ചോട്ടെ എന്ന് വെച്ച്. ആളുടെ ഫോൺ ഓഫായി പോയത്. അപ്പോൾ ഫോൺ വിളിച്ച ടൈമിൽ ആൾ വളരെ പേടിച്ചിട്ട് വർത്താനം പറഞ്ഞത്. അത് കാരണം വെച്ചാൽ അവിടെ പലിശക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ മോനോട് വിളിച്ച് പറയണം എങ്ങനെയെങ്കിലും ആ കാശ് കൊടുക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ ശരിക്കും ആ പൈസക്കാർ വന്നു വെച്ചാൽ ഇത്തിരി പേടിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം വട്ടിപ്പലിശയാണത്. അപ്പോൾ അത് ഭയങ്കര വലിയ ശതമാനത്തിലാണ് പോണത്. അപ്പോൾ എന്ന് വെച്ചാൽ ആൾ എടുത്തതിൻ്റെ ഭയങ്കര ഭീമമായിട്ടുള്ള പലിശ കൊടുത്തു. അപ്പോൾ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡബിള് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ 3 റൺ ചെയ്യേണ്ട ഓൾറെഡി പലിശകൾ. അപ്പോൾ എല്ലാ ആഴ്ചയും അത് കറക്റ്റായിട്ട് പേ ചെയ്യണം. അപ്പോൾ 52 പ്രാവശ്യം അടച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സൻറ്റേജ് വെച്ച് നോക്കണമെങ്കിൽ ഏകദേശം അത് ഒരെണ്ണം 48% കൊടുക്കുന്നുണ്ട്. അത് ഡെയിലി അല്ലേ. ഈവൻ വെറൈറ്റി വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. 50,000 രൂപ വാങ്ങിയിട്ട് എല്ലാ മാസവും നിങ്ങൾ 5,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഒരുമിച്ചേ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 50,000 രൂപ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടം തീർന്നു. ഇപ്പം മിക്കവരും ആൾക്കാർ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ 5,000 രൂപ ഒരു വർഷവും 2 വർഷമൊക്കെ അടയ്ക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ 60,000 രൂപ പലിശയായിട്ട് അടച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 50,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലിശ അതിന് കടം തീരുള്ളൂ. എന്ന് വെച്ചാൽ 1,10,000 രൂപ 50,000 രൂപ എടുത്തിട്ട് അടച്ചു തീർന്നു. അപ്പോൾ ഇങ്ങനത്തെ വലിയ പലിശയിലാണ് ഇവർ പൈസ എടുത്തേക്കുന്നത്. ഇവർ പലപ്പോഴും ആളുകളായിട്ടാണ് ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പലിശ ഇങ്ങനത്തെ ബ്ലേഡ് ആൾക്കാരുടെ അടുത്ത് ഡീൽ ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് യാതൊരു വിധത്തിലും അറിയില്ല എത്ര രൂപ വരുന്നുണ്ടെന്നുള്ളത്. ഇതിന് പകരം ഇവർക്ക് കൃത്യമായിട്ടൊരു ബാങ്കിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പലിശ കുറയ്ക്കാൻ പറ്റും. ഞാനപ്പോൾ ആളോട് പറയുന്നത്, ചേട്ടാ ഇത് മര്യാദയ്ക്ക് SBIയിലൊക്കെ പോയിട്ട് നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ പോയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോണായിട്ട് എടുക്കണമെങ്കിൽ ഈ ശതമാനം എന്ന് പറഞ്ഞാൽ 9% നിങ്ങൾക്ക് പേഴ്സണൽ ലോണിന് കൊടുക്കും. ഇനി 10% കൊടുത്താലും കുഴപ്പമില്ല, അത്രേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ 1 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 10,000 കൊടുത്താൽ മതി. ഇവിടെ 1 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ അടയ്ക്കണം. അപ്പോൾ എന്നിട്ട് ആൾ പറഞ്ഞ കാര്യം വെച്ചാൽ പെട്ടെന്ന് കിട്ടാനുള്ള പേടി, ഇവർക്ക് ബാങ്കിലൊക്കെ ചെന്ന് ഓഫീസർമാരോട് സംസാരിക്കാനുള്ള പേടി, ഇതൊക്കെയാണ് ഇവരുടെ വിഷയം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ, ചേട്ടനിപ്പോൾ എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരുണ്ട്. അവരൊക്കെ എഡ്യൂക്കേഷനൊക്കെ ഇങ്ങനെ പോണ്. അപ്പോൾ പൈസ ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു 1,000 രൂപ മാസം മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 1,000 രൂപയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾ ചിലവ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഈ കടം അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഒരു 1,000 രൂപ വേറെ പലിശ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു SIP എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുമ്പോൾ നിങ്ങളറിയാതെ കുറച്ച് പൈസ വരും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 1,000 രൂപ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ 4,000 രൂപ നിങ്ങൾ മാറ്റി വെച്ച് ഒരു മാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വർഷമാകുമ്പോൾ ഏകദേശം 48,000-50,000 രൂപ അവിടെ സേവ്ഡായി. അപ്പോൾ ഈ ഒരു 50,000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം 50,000 രൂപ കണ്ടെടുക്കുന്ന ടൈമിൽ ഈ പൈസ എടുത്താൽ മതി. അപ്പോൾ ഇതിനേക്കാളും ഉപരി പലപ്പോഴും ഇവരുടെയൊക്കെ ഒരു വിഷയം പറഞ്ഞാൽ കുറേ കുറിയിൽ ചേർന്നിട്ടുണ്ടാവും. ഞാൻ കുറിനെ കുറ്റം പറയണതല്ല, ഈ കുറി ചേർന്നത് മിക്കവാറും
പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർ നടത്തുന്ന കുറിയായിരിക്കും ചേർന്നേക്കുന്നത്. അപ്പോൾ ചില ടൈമിൽ ഇവരുടെ എല്ലാവരും ലൈഫിൽ ഒരു 10 കൊല്ലം കുറി അടച്ചു കഴിഞ്ഞാൽ 1 or 2 കുറി പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അടച്ച പൈസ മൊത്തം ഒരിക്കലും പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ എടുത്തിട്ട് എന്തെങ്കിലും നേരത്തെ എടുത്തിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ലോണായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് റോളിങ്ങിലാണ് മൊത്തം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പൈസ. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ഒരു മാസം എത്ര വരുമാനം ഉണ്ടെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. ഫ്ലെക്സിബിൾ അല്ല, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ എല്ലാ പൈസയും വരുന്നത് ഗൂഗിൾ പേയിലാണ്. എല്ലാ പൈസ അപ്പോൾ ആദ്യം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വയ്ക്കുക. എന്നിട്ട് ഗൂഗിൾ പേയിൽ വരുന്ന പൈസ എല്ലാം ഇതിൽ വയ്ക്കുക. എന്നിട്ട് ഒരു മാസം എത്ര രൂപ എനിക്ക് ബഡ്ജറ്റ് വേണമെന്നുള്ളതിനെ പറ്റി തീരുമാനിക്കണം. കാരണം വെച്ചാൽ ഒരു മാസം ചിലപ്പോൾ 20,000 കിട്ടും, അടുത്ത മാസം 10,000 കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മാസത്തിൽ എത്ര രൂപ ചിലവുണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് എപ്പോൾ എല്ലാ നമ്മുടെ ഓട്ടോ പൈസ വരുന്ന പൈസയും നമ്മൾ അതിലിട്ട് വയ്ക്കണം. എന്നിട്ട് മാസത്തിൽ ജീവിക്കാനുള്ള പൈസ മാത്രമേ ഇപ്പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വീട്ടു ചിലവിനാണെങ്കിൽ ഒരു 10,000 രൂപ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ മാത്രം എടുത്തിട്ട് ചിലവാക്കണം. 20,000 രൂപ വന്നു വെച്ച് 20,000 രൂപ അടിച്ച് വിളിച്ച് തീർക്കരുത്. 30 ദിവസം ഓടെ ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25 ദിവസം ഓടെ ആണെങ്കിൽ 25,000 രൂപ ഇവർക്ക് വരുമാനമായി. 25,000 രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒട്ടുമിക്ക ആൾക്കാരും IT കമ്പനിയിലൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന 2 വർഷം 3 വർഷമുള്ള ആൾക്ക് കിട്ടുന്ന ശമ്പളമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ശരിക്കും ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഒരു വേറെ ദുശീലങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ റോളിങ്ങൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ അന്തസ്സായിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണത്. എപ്പോഴും ഇൻകം റിസീവ് ചെയ്യണത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങാം. എന്നിട്ട് മാസത്തെ ചിലവ് എത്രയാണ് നിശ്ചയിച്ച് വയ്ക്കുക. ആ ചിലവിൽ മാത്രം ജീവിക്കുക. ഇപ്പം നമുക്ക് ഇൻകം കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സേവ് ആയിട്ടിരിക്കണം. എന്നിട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു 5-6 മാസത്തേക്കുള്ള ചിലവിന് ഇപ്പോൾ 10,000 രൂപയാണ് ചിലവെന്നുണ്ടെങ്കിൽ 60,000 രൂപ എപ്പോഴും നമ്മൾ വേറൊരു അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു 6 മാസം ജോലി എടുക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കണമെങ്കിൽ പോലും നമ്മൾ കടം വാങ്ങണ്ട. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പൈസ 60,000 എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മളെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പൈസ എടുക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കണം, ഇത് എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിനാണ്, ഇത് എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിനാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് നാളെ ഓട്ടോ സ്വന്തമായിട്ട് ഇല്ലാത്തുണ്ടെങ്കിൽ അടുത്ത ഓട്ടോ വാങ്ങാനുള്ളതാണ്, അല്ലെങ്കിൽ ഇനി എനിക്ക് സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങാനുള്ളതാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഒരു പക്ഷേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അതിനൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി മാറ്റം വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു.